ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ PB കോർഡിനേറ്റർ സഖാവ് പ്രകാശ് കാരാട്ട്, ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി PB അംഗവും പാർട്ടി നേതാവുമായ സഖാവ് പിണറായി വിജയൻ, സഖാവ് MA ബേബി, സഖാവ് വിജയരാഘവൻ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബിജു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 24ാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ മധുരയിൽ വെച്ച് ചേരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കേരളത്തിലെ സമ്മേളനങ്ങളെല്ലാം ഈ പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കുന്നത്. 38,428 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായാണ് കേരളത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പാർട്ടി നേതാക്കളാകെ കഴിഞ്ഞ 4 ദിവസമായി കൊല്ലത്ത് ടൗൺ ഹാളിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്നത്. ഇപ്പോഴും നമ്മളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് CPIM-ൻ്റെ അമരക്കാരനായിരിക്കുമ്പോൾ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ഈ മൈതാനിയിൽ സമ്മേളിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ മൈതാനം കൊല്ലം ജില്ലയുടെ മാത്രമല്ല, വിവിധ മേഖലയിൽ നിന്ന് ആളുകൾ ഒരു പ്രവാഹമായിരുന്നു കഴിഞ്ഞ 2-3-4 ദിവസമായി കൊല്ലത്തേക്ക്. അവരെല്ലാം ഇപ്പോഴും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. സമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെ കാക്കാതെ സമ്മേളനം ഇപ്പോൾ ആരംഭിക്കുന്നത്. വളരെ അച്ചടക്കത്തോടെയും ആരോഗ്യപരമായും താഴേതലം മുതൽ സംസ്ഥാന സമ്മേളനം വരെ പഴയകാലത്ത് നമ്മൾ അഭിമുഖീകരിച്ച എല്ലാതരം തെറ്റായ പ്രവണതകളെയും തിരുത്തി പാർട്ടി ഒരു മനസ്സോടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്താൻ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച നിരവധി രക്തസാക്ഷികൾ, സൂര്യനാട് രക്തസാക്ഷി ഉൾപ്പെടെയുള്ള 28 സഖാക്കളുടെ നാടാണ് കൊല്ലം. അനീതിക്കെതിരായി പൊരുതി ജനാധിപത്യ സംവിധാനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുൻപന്തിയിൽ നിന്ന് നയിച്ച് ജന്മിത്വത്തിനും മുതലാളിത്വത്തിനുമെതിരായും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പോരാട്ടത്തിൽ അണിനിരന്നും നിരവധിയായ സഖാക്കളാണ്, പ്രവർത്തകരാണ് നമ്മെ ഊർജ സ്രോതസ് നൽകിയ കേന്ദ്രം എന്ന രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന രക്തസാക്ഷികളായത്. ആ രക്തസാക്ഷികളുടെ സ്മരണ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് ആളുകളുടെ ത്യാഗപൂർണമായ പ്രവർത്തനം, അതിലൂടെയാണ് ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് കൊല്ലത്തും കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വരുന്നത്. ഈ പോരാട്ട വീര്യത്തോടെ ഇനിയും നമുക്ക് ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ബഹുദൂരം മുന്നോട്ടേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. ലോകമാകെ അതിതീവ്രമായ വലതുപക്ഷ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശക്തികൾക്ക് മുൻകൈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ ട്രംപിനെ പോലെ എന്തും പറയുകയും എന്തും ചെയ്യുകയും സാമ്രാജ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിൽ
ഇതിനെല്ലാം എതിരായിട്ട് പൊരുതാനും ഈ നിലനിൽക്കുന്ന വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സാമ്രാജ്യത്വത്തെ തകർക്കാൻ 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ച ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നാമെങ്കിലും ഈ മുതലാളിത്തത്തിൻ്റെ തകർച്ച അനിവാര്യമാണെന്നും സോഷ്യലിസമാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഭാവി എന്നും വ്യക്തതയോട് ചൂണ്ടിക്കാണിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്ന് ആരംഭിച്ച് 1848 നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ ലോകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തിയായ രീതിയിൽ വലതുപക്ഷ തീവ്രശക്തികൾക്ക് മുമ്പോട്ടേക്ക് വരാൻ കഴിയുമ്പോഴും തന്നെ ലോകമെമ്പാടും പോരാട്ടം നടത്തി ശക്തമത്തായ സമരങ്ങളിലൂടെ വിപ്ലവപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന അതിശക്തമത്തായ ചെറുത്തുനിൽപ്പിലൂടെ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനം അതത് രാജ്യങ്ങളിലെ ഭരണവർഗത്തിനെതിരായി മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായ ഒരു ചിത്രവും നമുക്കിതിൻ്റെ തന്നെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സാമ്രാജ്യത്വ ശക്തിയും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം അതിശക്തിയായ കേന്ദ്ര വൈരുദ്ധ്യമായി ലോകത്ത് നിൽക്കുകയാണ്. ഏത് വിധേനയും ചൈനയെ തകർത്തുകൊണ്ട് മാത്രമേ സാമ്രാജ്യത്വത്തിന് മുന്നേറാനാവുള്ളൂ എന്ന കൃത്യമായ കണക്കുകൂട്ടിലൂടെ ഇന്ത്യയെയും ജപ്പാനെയും അതുപോലെ ആസ്ട്രേലിയയും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ചൈനയെ വളയാം എന്നാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ട്രംപ് ഇപ്പോൾ ഗൗരവപൂർണമായി ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യാപാര മേഖലയിലുള്ള വലിയ രീതിയിലുള്ള യുദ്ധം വാർത്താമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചുങ്കത്തിൻ്റെ ഭാഗമായിട്ട് തീരുവയുടെ ഭാഗമായിട്ട് ഇപ്പോഴാരംഭിച്ചിരിക്കുകയാണ്. പഴയ കാലം പോലെ സാമ്രാജ്യത്വവും അമേരിക്കയും തീരുമാനിച്ചാൽ ആ തീരുമാനം ശിരസാ വഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യമല്ല, ലോകക്രമമല്ല ഇന്ന് ഈ ലോകത്തുള്ളത്. തീരുവ വർദ്ധിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശക്തിയുള്ള ലോകത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായ ചൈനക്കാവുന്നു എന്നുള്ളതാണ് ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത. ചെറു രാജ്യങ്ങൾ മെക്സിക്കോ ഉൾപ്പെടെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ആ ശേഷി കിട്ടുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ലോകത്തെമ്പാടുമുള്ള പോരാട്ടങ്ങൾ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, മൂന്നാം ലോകരാജ്യങ്ങൾക്ക് നേരെ കയറിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തി നാറ്റോ സഖ്യം ഉൾപ്പെടെ ഉപയോഗിച്ച് ലോകവ്യാപകമായ യുദ്ധവും ഉക്രൈൻ ഭാഗമായിട്ടുള്ള പ്രശ്നവും എല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ലോകത്ത് സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ ഭാഗമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ സിലോണിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കാണുന്നത്, നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കാണുന്നത്, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ആഫ്രിക്കൻ വൻകരയിൽ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരുന്നതും പുതിയ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നതും നമ്മൾ കാണുകയാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് UK ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ ഉള്ള മേഖലയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമെല്ലാം അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോകം എങ്ങോട്ടേക്കാണ് യാത്ര എന്നതിനെപ്പറ്റി യാതൊരു സംശയമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്തെമ്പാടും അമേരിക്ക ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ രാജ്യത്തും വർഗസമരത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് ലോകമുള്ളത്. അതിന് ജനകീയ ചൈനയുണ്ട്, ക്യൂബയുണ്ട്. ക്യൂബക്കെതിരായിട്ട് ട്രംപിൻ്റെ അതിശക്തിയായ കടന്നാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായ പ്രമേയം നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഭരണകൂട ശക്തികൾക്കെതിരായിട്ടുള്ള അധ്വാനിക്കുന്ന വർഗവുമെല്ലാം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം, അതാണ് നരേന്ദ്രമോദി. വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി
ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സമൂഹമാണ്, ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർന്നു വരും. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും തകർക്കാൻ കാറ്റകെട്ടി ഇറങ്ങി പുറപ്പെട്ട, യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 430 സീറ്റ് കിട്ടണം. ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു പുതിയ ഭരണഘടന വേണം എന്നായിരുന്നു അവരുടെ ഉന്നം. അതുവഴി 2025 RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കാം, മതരാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ഉന്നം. ആ ഉന്നം പരാജയപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത്, നമുക്ക് BJPയെ തോൽപ്പിക്കാം. കോൺഗ്രസിനുൾപ്പെടെ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ BJPയെ തോൽപ്പിക്കാമെന്ന മുദ്രാവാക്യം വെച്ച് നമ്മുടെ കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി, കണ്ണൂർ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചൂണ്ടിക്കാണിച്ച 37% വോട്ട് മാത്രം കിട്ടിയ ഒരു മുന്നണിയും കൂട്ടുകെട്ടുമാണ് BJP. ആ 37%-ന് പുറത്തുള്ള 63% വോട്ട് BJP വിരുദ്ധമായിട്ട് കേന്ദ്രീകരിക്കാനാവണം. ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി കണക്കാക്കി വളരെ ഫലപ്രദമായി BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിതമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വ്യക്തമാക്കി. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകൾ ഇന്ത്യയിൽ ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്ത്യ എന്ന ഒരു സഖ്യം, ഇന്ത്യ എന്ന ഒരു ബ്ലോക്ക് രൂപപ്പെട്ടത്. അതാണ് സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ശില്പിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. നമ്മളാരും പറഞ്ഞതല്ല. CPIMൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെച്ച ആ നിലപാടിൻ്റെ തുടർച്ചയായി വന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ബ്ലോക്കിന് 2% വോട്ടിൻ്റെ മാത്രം കുറവേ ഉള്ളൂ. 38 സീറ്റ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഈ പശ്ചാത്തലത്തിൽ ചിത്രം മാറി വരുമായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായ നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടമായ BJPയെ തകർക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് ഫലപ്രദമായി മുന്നോട്ടേക്ക് വന്നില്ല. കൃത്യമായ ഐക്യധാര രൂപപ്പെടുത്താൻ അവർ തയ്യാറായില്ല. അത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതിനുശേഷമുള്ള ഹരിയാന തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലും അവർ ഉപയോഗിച്ചത് അതുതന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിന് വ്യക്തമായ BJP വിരുദ്ധ മതരാഷ്ട്ര സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJPയെ നേരിടാനുള്ള കരുത്തില്ല. BJPക്ക് ബദലാണ് കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കാതെ ഈ പശ്ചാത്തലത്തിലാണ്. കേരളത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഇവിടെ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാണ് എന്ന ചോദ്യത്തിന് BJP പറയുന്ന ഉത്തരം CPIM, കോൺഗ്രസ് പറയുന്ന ഉത്തരം CPIM, ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പറയുന്നത് അതേ മുദ്രാവാക്യവും അതേ ഉത്തരവും. BJPയും RSSും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPIM. ഇത് തമ്മിലുള്ളൊരു അന്തർധാര കേരളത്തിൽ നിലനിൽക്കുകയാണ്. എല്ലാ പിന്തിരിപ്പൻ ശക്തികളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ ഗവൺമെൻറ്റിനെയും എങ്ങനെയാണ് തകർക്കാനാവുക എന്ന ഗവേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുതകുന്ന രീതിയിലുള്ള UDFൻ്റെ നിലപാട്, പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം, BJPയുടെ സമീപനങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്കറിയാം ഓരോരോ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഉൾപ്പെടെ എതിരായി തെറ്റായ പ്രചാരവേല, അപഹാസ്യമായ രീതിയിലുള്ള പ്രചരണങ്ങൾ, കളവ്, അസത്യ പ്രചരണങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ഓരോ തുരുമ്പും ഉപയോഗിച്ച് വരുന്ന
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കാൻ പോകുന്ന 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയാണ് CPIM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പരാജയപ്പെടുത്തേണ്ടത് എന്ന ആലോചനയിലൂടെ എല്ലാ തീവ്ര വലതുപക്ഷ വർഗീയ മതരാഷ്ട്ര സംഘടനകളെയും ചേർത്ത് ജമായത്ത് ഇസ്ലാമിൻ്റെയും SDP-യുടെയും കൃത്യമായ തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഗുണഭോക്താവാണ് കോൺഗ്രസ് എന്ന് നമുക്കറിയാം. കോൺഗ്രസും ലീഗും ജമായത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-I ഉൾപ്പെടെയുള്ള പിന്തിരിപ്പന്മാരെല്ലാം ഒരു ഭാഗത്ത് യോജിക്കുകയാണ്. RSSനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മേഖലയിൽ അവരുമായിട്ട് ചേരുകയാണ്. ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിന് വേണ്ടി കാസ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കാസ, മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിയും അതുപോലെ SDP-യും എല്ലാ വർഗീയ ശക്തികളും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ഇത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമാക്കി. കാരണം സെക്യുലറായ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വളരെ ചെറിയ വിഭാഗമാണ് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. വളരെ ചെറിയ വിഭാഗമാണ് തീവ്രവാദ ശക്തിയായിട്ട് നിലകൊള്ളുന്ന SDP-I എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആശയ തടങ്കലിലാണ് ലീഗ് ഉള്ളത്. അതിനെ ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് വന്നാൽ ഞങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ദൂരവ്യാപകമായിട്ട്. മുസ്ലിം ജനസാമാന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, സംശയം വേണ്ട. ഇങ്ങനെ ദൂരവ്യാപകമായ ഫലമുണ്ടായാലും എന്തേ ഞങ്ങൾ ഇവരുമായി ചേർന്നാൽ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ചോദിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇപ്പോഴതിവേഗം കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയുന്നത് പോലെ സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തെ ഞെക്കിക്കൊല്ലാനാണ് ശ്രമം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ഇന്നത്തെ രീതിയിൽ മുന്നോട്ടേക്ക് പോവില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അറിയാം. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്ത സമീപനമായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ 8.25 വർഷവും ഉണ്ടായത്. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ 2-ാം ടേം അധികാരത്തിൽ വന്ന ആ നിമിഷം തുടങ്ങി ഒരു വികസന പ്രവർത്തനവും ഇനി കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. ലോകത്ത് ഇതുപോലെ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി ശശി തരൂർ പറഞ്ഞതാണ് ശരി. ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ പിന്തുണക്കുക, തെറ്റായ നിലപാടുണ്ടെങ്കിൽ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ കാണുക, അതിലാർക്കും തർക്കമില്ല. പക്ഷേ നിഷേധാത്മകമായ നിലപാട് മാത്രം ഇവിടെ സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള UDF-ൻ്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും. അത് മാറേണ്ടതാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടും അവരത് മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കടലുൾപ്പെടെയുള്ള മേഖലയിൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യത്തിൽ പാട്ടത്തിന് കൊടുത്തപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് സംയുക്തമായ പോരാട്ടം സംഘടിപ്പിക്കാമെന്ന് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. UDF-ൻ്റെ യോഗം ചേരുമ്പോൾ നേതൃയോഗം ചേരുമ്പോഴേക്ക് അവർ പറഞ്ഞു യോജിച്ച പോരാട്ടങ്ങളോ സമരങ്ങളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും പറയാൻ കൂട്ടാക്കാതിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലപാടിനെതിരായി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറില്ല. അപ്പോൾ യോജിച്ച പോരാട്ടങ്ങളിലൂടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷ നിരയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിനെയെല്ലാം ഫലപ്രദമായിട്ട് നേരിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. സഖാവ് പിണറായി ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യനും കാണാൻ സാധിക്കുന്ന ഏറ്റവും ക്രിയാത്മകമായ വികസന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൃത്യമായിട്ട് അവർ പറയും അത് നാഷണൽ ഹൈവേ 66-ൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. അങ്ങ് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെ 66 നാഷണൽ ഹൈവേ 66-ൻ്റെ പ്രവർത്തനം. 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാതയും
അപ്പുറവും ഇപ്പുറവുമായിട്ട് സർവീസ് റോഡും ഉൾപ്പെടെ 8 വരി പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസമാകുമ്പോഴേക്ക് ആ പാതയിലൂടെ മിക്കവാറും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു പുതിയ കേരളത്തെയാണ് പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഭാഗമായി കേരളം കാണാൻ പോകുന്നത്. ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ UDFൻ്റെയോ ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിൽ ഉള്ളത് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പിലാക്കാനാകുമായിരുന്നോ? ഉറപ്പായിട്ട് പറയാം, ഇല്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഖാവ് പിണറായി, ഞങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേ 66 വേണം, 6 വരിപ്പാത, അത് 2 കൂടി അപ്പുറവും ഇപ്പുറവും ചേർത്താൽ 8 വരിപ്പാത ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പറയുക മാത്രമല്ല, എന്താണോ പറയുന്നത് അത് അതേപോലെ തന്നെ നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പോട്ടേക്കുള്ള കുതിപ്പിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ് അത് വന്നത്. ഗയൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോയതാണ്. ഗയൽ നടക്കില്ല, ഗ്യാസ് പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് ഉമ്മൻചാണ്ടി അവസാനിപ്പിച്ചു പോയതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, വളരെ പ്രധാനമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന കൂടംകുളത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വൈദ്യുതി കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എടമൺ പാത ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയതാണ്. ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൻ്റെ ഭാവി കണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് മുമ്പോട്ടേക്ക് നയിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്കൊന്നും തരാൻ തയ്യാറില്ല. കടം വാങ്ങിയത് പോലും അതെല്ലാം ആര് കടം വാങ്ങിയാലും അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കടത്തിൻ്റെ പട്ടികയിൽ ചേർക്കുക, എന്നിട്ട് ട്രഷറി പൂട്ടിക്കുക. ആ ട്രഷറി ഇതേവരെ പൂട്ടാതിരുന്നത് 89% അധിക വരുമാനമുണ്ടാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രഷറി പൂട്ടാതിരിക്കുന്നത്. അത് പൂട്ടിക്കാനായിരുന്നു ഉദ്ദേശം, അത് പൂട്ടില്ല. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന ഒരു പുതിയ വഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് പൊറുതിമുട്ടി ഞങ്ങളിനി ഒന്നുമില്ല, നമ്മളുണ്ടാക്കിയ മുന്നേറ്റം നമുക്ക് 1 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിനി സാധിക്കില്ല. ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി പറയുന്നത് പോലെ നിങ്ങൾ പാവമാവട്ടെ, പിന്നോക്കം പോകട്ടെ, അപ്പോൾ നമുക്ക് പണം തരാം എന്ന് പറയുന്ന തലത്തിലേക്ക് നമുക്ക് പിന്നോട്ടം പോകാനാവില്ല. ഈ കേരളത്തെ ഏറ്റവും ശക്തിയായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാവണം. ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമോ കമ്മ്യൂണിസ്റ്റ് രാജ്യമോ അല്ലല്ലോ, മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് ഒരു ബദൽ നയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, അദാനിയെയും അംബാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും പിന്നീട് BJPയും ശ്രമിച്ച ശ്രമം നമുക്കറിയാം. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബദൽ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു 0.5% അതിദരിദ്രർ ഇവിടെ കേരളത്തിലുണ്ട്. 64,006 കുടുംബം. കൃത്യമായ കണക്കെടുത്തു. ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു, ഈ 64,006 കുടുംബങ്ങളിൽ 2 കൊല്ലം മുമ്പ് തന്നെ 30,000-ലധികം വരുന്ന കുടുംബങ്ങൾ ഈ അതിദരിദ്രത്തിൽ നിന്ന് മോചനമായി. ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 2025 നവംബർ 1 കേരള പിറവി ദിനത്തിൽ ഇന്ത്യയിലെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കോടാനുകോടി മനുഷ്യരുള്ള സന്ദർഭത്തിൽ ഈ കേരളം അതിദരിദ്രരില്ലാത്ത കേരളമാണ് എന്ന് നവംബർ 1 നമുക്ക് ഈ കേരളത്തിന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ സാഹചര്യം, ആരോഗ്യ മേഖലയിൽ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പദ്ധതികൾ, ആർദ്രം പദ്ധതി ഉൾപ്പെടെ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേഡസ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള അതിശക്തിയായ മുന്നേറ്റം, വ്യാവസായിക മേഖലയിൽ നമുക്കറിയുന്നത് പോലെ 3 ലക്ഷത്തിലധികം വരുന്ന സംരംഭ പ്രവർത്തനങ്ങൾ, 7 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം, 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന പ്രഖ്യാപിതമായ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം,
ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികൂല സാഹചര്യത്തിൽ തന്നെ. എന്നാൽ നമുക്കിതിനും മുന്നോട്ടേക്ക് പോകാനാവണം. നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാനാവണം. അതുപോലെ തന്നെ പിന്നണിയിൽ കിടക്കുന്ന ജനതയെ മുന്നോട്ടേക്ക് നയിക്കാനാവണം. അതാണ് ബദൽ. ആ രീതിയിൽ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് കുതിക്കാൻ നവകേരള സൃഷ്ടിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ ചേർന്ന് കൂട്ടായ ഒരു ശ്രമം നടത്തിയാൽ കേരളം എങ്ങനെ വളരുമെന്ന കാര്യം ഞാൻ പറയാതെ വിസ്മയത്തോടു കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ സമ്പത്ത് മുഴുവൻ ശേഖരിക്കാനുള്ള ശേഷി നമുക്ക് നേടാനായാൽ കേരളം വമ്പിച്ച രീതിയിൽ മാറ്റത്തിലേക്ക് കുതിക്കും. ഇങ്ങനെ ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളിലെ, അവികസിത രാജ്യങ്ങളല്ല, വികസിത രാജ്യങ്ങളിലെ, അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ലോകോത്തരമായ പദ്ധതിയാണ് നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് പുതുവഴികളിലൂടെ ഈ കേരളം നേടാൻ പോകുന്നത്. അതിനുവേണ്ടി അതിശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്കാവണം. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തെ നവീകരിക്കാനാവണം. ആ നവീകരണ പ്രക്രിയയിലാണ് ഗവൺമെൻറ്. അതിന് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് അതിശക്തിയായ രീതിയിൽ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ നമ്മുടെ 5.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000-ലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട്. 2,444 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഈ സംഘടനാ രംഗത്ത് അണിനിരന്ന മുഴുവൻ പാർട്ടി സഖാക്കളെയും പാർട്ടി മെമ്പർമാരെയും പാർട്ടി കേഡർമാരെയും രാഷ്ട്രീയവൽക്കരണത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് സംഘടനാബോധവും രാഷ്ട്രീയബോധമുള്ളവരാക്കി മാറ്റി തെറ്റായ എല്ലാ പ്രവണതകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഈ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പാർട്ടി നേതൃത്വമായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കുമ്പോഴാണ് വിശ്വസ്തയോടെ മനുഷ്യർ കാണുന്ന ആൾരൂപമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ള അംഗീകാരവും നേതാക്കന്മാർക്കുള്ള സ്വീകാര്യതയും നേടിക്കൊണ്ടാണ് പാർട്ടിക്ക് വളരെ വേഗം വളരാൻ സാധിക്കുക. അങ്ങനെ തെറ്റായ എല്ലാ പ്രവണതകൾക്കുമെതിരായി ഈ നാട് സ്നേഹിക്കുന്ന നാട്ടുകാർ അംഗീകരിക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അതിനുതകുന്ന രീതിയിലുള്ളൊരു സമ്മേളനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഐകണ്ഠ്യമായിട്ട് നമുക്ക് സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിക്കാനായി. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ നമ്മൾ പുതുതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് പാർട്ടിയാകെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണം. അതിന് ഈ കൊല്ലത്തെ ജനാവലി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ചെലവുകൾ നിർവഹിക്കുന്നതിന് പാർട്ടി മെമ്പർമാരും കുടുംബങ്ങളും കാണിച്ച ഏറ്റവും ആവേശകരമായ പിന്തുണ അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഓരോ വീട്ടിലും അവർ സ്ഥാപിച്ച കുണ്ടിയ ബോക്സിൽ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ആ കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ കുടുംബനാഥൻ മരിച്ചുപോയ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച കുണ്ടികയിൽ 100, 150, 200, 1000, 1500 രൂപയാണ് നിക്ഷേപിച്ചത്. ഞങ്ങളിത് ഓരോന്നും ഇപ്പോൾ ശേഖരിച്ച് വരികയാണ്. ഏതാണ്ട് അതിൻ്റെ അവസാനമായി 2,50,00,000 രൂപയാണ് പാർട്ടി കുടുംബാംഗങ്ങളിൽ നിന്ന് ഈ പാർട്ടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ശേഖരിച്ചത്. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രവർത്തനത്തിന് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ തന്നെ ചെലവ്. ആ ചെലവിലൂടെയാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്, പൊതുവെ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നടത്തിയ ഒരുപാട് പദ്ധതികൾ, പരിപാടികൾ, അതെല്ലാം ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളിന്ന് കണ്ടു, ജനകീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. കേരളത്തിൽ വർഗീയ ശക്തികൾ പിടിമുറുക്കുന്ന ഇന്ത്യയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ആകെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്ക് സൂക്ഷ്മാംശത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാവണം. അതിന് പാർട്ടിയാകെ സജ്ജമാക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായും വർഗീയ ശക്തികൾക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംഘടനാപരമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഒരു സംശയവുമില്ല, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
2ാം ടേമാണിത്. 3ാം ടേമിലേക്കാണ് നമ്മുടെ യാത്ര. ആ 3ാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിൻ്റെ കരുത്തായി CPM-നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.